ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റി ഇപ്പോൾ ഷോ പോകുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. വലിയൊരു നാടകമായിരുന്നു. പ്രേമമോ അതൊന്നുമില്ല, വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു, തീർന്നു. നൈസിനെ തേച്ചു, അത്രയേ ഉള്ളൂ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും. ചിലപ്പോൾ പുറത്തു നിന്നുള്ള ഇതൊക്കെ ഗെയിമായിരുന്നു, ഞാൻ എന്തിനാ അവിടെ ആ പ്ലാറ്റ്ഫോം പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പം അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നേക്ക് ഈ വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അയച്ചത്. എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എല്ലാം നന്നായി നടന്നു, ഞാൻ ഓരോ ചടങ്ങെന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. മുന്നേ ഇങ്ങനെ തംസപ്പൊക്കെ കൊടുത്തു വെച്ചിരുന്നു. ഇതൊക്കെ മുന്നേ ഓൾറെഡി ഇരിക്കുന്ന സംഭവങ്ങളാണ്. മുന്നേ അന്ന് സ്റ്റോറിയിലും പറഞ്ഞിട്ട് എന്തോ സ്റ്റോറി ഇട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്തിനാണ് അഫ്സലിനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്ത എന്തിനാ ഇത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി തലയിടാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ 1.5 വർഷം ഇപ്പോൾ ഇവിടെ ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ, 1.5 വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷോ പോകുന്ന 2 ദിവസവും പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിങ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, ഈ ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്നത് എൻ്റെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പ് എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു, മനസ്സിലാക്ക, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ. അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് Day 37 എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ്. കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്. അപ്പോൾ പറയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി, പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും നിൽക്കില്ല, ഒരു പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും, പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. ഒരാളെ ഇങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഗെയിമൊക്കെ ശരി തന്നെയാണ്, എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ടെ. ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ, അല്ലെങ്കിൽ എനിക്കറിയേണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ.
എന്ത് പറഞ്ഞ് ന്യായീകരിക്കുന്നു? എന്തിന് ഞാൻ അതാ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ പുറത്ത് വിടണോ? എന്തിനാ പുറത്ത് വിടണ്ടേ? ആൾക്കാർക്ക് ആഘോഷിക്കാനോ? എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ റിവെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു. എനിക്ക് ആവശ്യം, ഞാൻ ഈ 79 ദിവസമാണെങ്കിൽ 79 ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. എനിക്കിനി അനുഭവിക്കാൻ വയ്യ. ഞാൻ അത്രയും ഇമോഷണലായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വയ്യ. ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത്. ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനോടെ ഇവിടെ തീരണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നെ ഇവളുടെ ആർമി ആയാലും ശരി, എന്ത് ശരിയായാലും ശരി, നിങ്ങൾക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല. ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക. സത്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൂഫ് വേണോ, എന്ത് വേണോ, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമല്ല. ഇത് പുറത്ത് വരുമ്പം, ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ, നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം. ഇത് ഞാൻ വളരെ എല്ലാം ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ ആ കൊച്ചിൻ്റെ ശരി, ആ ഒരു ജീവിതമുണ്ട് മുന്നിട്ട്. അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ. ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചോട്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. എന്ത് ബന്ധം, അത് ബന്ധം, ഇത് ബന്ധം. ബന്ധങ്ങൾക്ക് വിലയുണ്ട്. ഈ നാട്ടിൽ ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട്. അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ ജനറേഷൻ, വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ? ഞാൻ